ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് അടിപൊളിയായിട്ടൊരു ഹൽവ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. ഉണ്ടാക്കിയെടുക്കാൻ അധികം പാടൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുമ്പളങ്ങയും ശർക്കര, കാഷ്നട്ട്, വെളുത്ത എള്ള, കോൺഫ്ലവർ, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്യുകയോ ചോപ്പ് ചെയ്യുകയോ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങയിൽ നിന്ന് 5 കപ്പോളം കുമ്പളങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്ട്രാ വരുന്ന വെള്ളം ഞാൻ എടുത്തിട്ടില്ല. ഈ ജസ്റ്റ് ഇതുപോലെ 5 കപ്പ് നികക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 2 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ആ സെയിം കപ്പിന് തന്നെ നിങ്ങൾക്ക് ഈ ശർക്കരയുടെ അളവ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ശർക്കരയുടെ ഇതുപോലെ പൊടിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതിന് 2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യാനും എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേനും അത് മെൽറ്റ് ആയിക്കോളും. ഇതിൽ നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. എടുക്കുന്ന ശർക്കരയുടെ കളറാണ് നമ്മുടെ കുമ്പളങ്ങ ഹൽവയ്ക്ക് കിട്ടുന്നത്. ഇനി ഒരു പാനിലേക്ക് ഞാനൊരു 2-2.5 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കാഷ്നട്ട് കളറൊന്നും മാറാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യമേ ഇതങ്ങോട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാനിൽ തന്നെ ഇട്ട് നമുക്ക് ബാക്കിയുള്ള ഹൽവയുടെ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തോ ചോപ്പ് ചെയ്തോ വെച്ചേക്കുന്ന കുമ്പളങ്ങ ഈ സെയിം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ച് ഉടയുന്ന പരുവത്തിലെടുക്കണം. ഈ കുമ്പളങ്ങ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ ഉരുക്കി റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനിക്ക് ഒരു ചെറിയ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പം കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂണോളം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരുന്ന ഇത് കട്ടയാകാതെ കിട്ടും. കട്ടയൊന്നും പിടിക്കാതെ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. തീ ഒന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ആവശ്യത്തിന് മിക്സ് ചെയ്യാനുള്ള നെയ്യ് ഓരോ ടീസ്പൂൺ വീതം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ള ചെറുതായിട്ടൊന്ന് ലൈറ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൽ നമ്മൾ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ ആവുന്നിടം വരെയും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല കളറൊക്കെ മാറി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിലാവുന്നിടം വരെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പകർത്തി വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന എള്ളും കാഷ്നട്ടും കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നെയ്യിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ നെയ്യ് ഒഴിച്ചുകൊണ്ടിരുന്ന സ്പൂൺ വെച്ച് തന്നെ ഇത് മുകളിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1 to 2 hours വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഇത് കുമ്പളങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും പിടിയിട്ടുകയല്ല. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നെക്സ്റ്റ് ടൈം കുമ്പളങ്ങ കിട്ടുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.